ഹലോ ഗായ്സ്, ഞങ്ങളിതാ പണ്ട് നമ്മള് ബെർലിനിൽ നിന്നിട്ട് നമ്മള് പ്രാഗിലേക്ക് പോകുന്നതാണ്. സുബിൻ സുബിന്റെ കോളേജ് ഫ്രണ്ടാ. നമ്മളെ മുന്നത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ജർമ്മനി വ്ളോഗിൽ സുബിനുണ്ട്. അതെ, അപ്പൊ നമ്മൾ ഓൺ അവർ വേ ടു പ്രാഗ്. -8 ഡിഗ്രിയാ, നല്ല ചൂടുണ്ട്. -13 ഫീൽ ലൈക്ക് -13. അടിപൊളി. പിന്നെ ഇത് കോഫിയും വാങ്ങി നേരെ കയറാം. ഒരു 1-2 ട്രെയിനിലൂടെ നമ്മൾ പ്രാഗ് എത്തും. ഈ പ്രാഗിൽ നിന്ന് നമുക്ക് ബാക്കി സ്റ്റോറീസ് വീട്ടിലങ്ങനെ ഒന്നും പറയാൻ പാടില്ല. പുറത്തതാ കുറച്ച് സ്നോസ്. ഹലോ ഗായ്സ്, നമ്മൾ ജർമ്മനി കഴിഞ്ഞു. ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് കയറി. പ്രാഗാണ്. ഫുള്ളി സ്നോ. ഫുൾ സ്നോ ആണ് സൈഡിലൂടെ. സുബിനിത അവിടെ, ഇവിടെ. നെറ്റ്വർക്ക് ഇല്ലല്ലോ. ഹലോ, അങ്ങനെ ഞങ്ങൾ പ്രാഗിലെത്തിയിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ടെമ്പറേച്ചർ -10 എന്തുവാ, നല്ല തണുപ്പാ. കൈയൊക്കെ മരവിച്ചിരിക്കുക. ഇങ്ങനെ നടക്കുന്ന 3 പേര്. ഹലോ ഗൈസ്, എനിക്ക് മൂക്കൊന്നും വർക്ക് ചെയ്യുന്നില്ല. മൂക്കൊരു മെറ്റൽ വെച്ച പോലെ തോന്നുന്നു. സുബിന എങ്ങനെയുണ്ട്? കൈയൊക്കെ വേദനിക്കുന്നു. അങ്ങനെ ഞങ്ങളിതാ പ്രാഗെത്തി. പ്രാഗിലെ സ്ട്രീറ്റ്സിലൂടെ ഇങ്ങനെ നടക്കുക. ടെമ്പറേച്ചർ കുറച്ച് മെച്ചമുണ്ട്. സണ്ണ് വന്നതുകൊണ്ട്. ഇനി സണ്ണ് പോയി കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ അവസ്ഥ. പ്രാഗിലെ അണ്ടർഗ്രൗണ്ട് ആണ് വന്നത്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഒരു 3 ലെവൽ എസ്കലേറ്റർ മേലേക്ക് അത് നല്ല ഹൈറ്റിൽ കയറി. അപ്പോൾ അത്രയും താഴെയായിരുന്നു ട്രെയിൻ അണ്ടർഗ്രൗണ്ട് വന്നുകൊണ്ടിരുന്നത് ട്രെയിന്. കഞ്ചാവ് ഫ്രീ. കഞ്ചാവ് ലീഗലാന്ന് തോന്നുന്നല്ലേ? എനിക്ക് പരിചയമില്ല, പക്ഷെ സുബിന് നല്ല പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. കഞ്ചാവിന്റെ സ്മെല്ല് എങ്ങനെ മണത്ത് മനസ്സിലാക്കിയത്. പ്രാഗിലെ ട്രാം സിസ്റ്റംസ്. ഓ, പണ്ടത്തെ കാറ്. നമ്മുടെ ഫസ്റ്റ് പ്ലാൻ ഇസ് ടു ഗോ ടു ചാൾസ് ബ്രിഡ്ജിൽ നിന്ന് ഡാൻസിങ് ഹൗസ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. അതും പോയി കാണുന്നുണ്ട്. അതിനുശേഷം വിൽ ഗോ ടു അവർ Airbnb. എന്നിട്ട് അവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് ഫ്രഷപ്പ് ആയിട്ട് വേണം അടുത്ത പരിപാടിക്ക് പോവാൻ. ഒരാളിതാ തൂങ്ങി നിൽക്കുന്നു. ആരാന്നൊരു ഐഡിയ ഇല്ല. ഹലോ ഗായ്സ്, ദിസ് ഇസ് കാനബിസ് സ്റ്റോർ. ഫുൾ കഞ്ചാവ് പ്രൊഡക്ട്സുകളാണ് അവിടെ ഉള്ളത്. lemon haze joint. The Kanjawa.
കഞ്ചാവിൻ്റെ ചോക്ലേറ്റ്സ്. വാ പോവാ. കഞ്ചാവ് ചോക്ലേറ്റ്സ് വേണ്ട നോക്ക്. ചോക്ലേറ്റാ അങ്ങനെ പൊള്ളിയാവും. ഞങ്ങള് ഏതാ രാജ്യം? ആ ഞങ്ങള് പ്രാഗിലൂടെ ഇങ്ങനെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളെ എക്സ്പെക്ടേഷൻ വാസ് ദാറ്റ് ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ നമ്മളെ എക്സ്പെക്ടേഷനെ തോൽപ്പിച്ച് ഇവിടെ ദിസ് ഇസ് ഫുൾ ഓഫ് പീപ്പിൾ. ആൾക്കാർ മൊത്തം നിറഞ്ഞു കിടക്കുക. നിന്ന് തിരിയാൻ സ്ഥലമില്ല. -5 ആയിട്ട് പെട്ടി പറക്കല്ലോ. ആ ടെമ്പറേച്ചർ ആണെങ്കിൽ -5. എല്ലാം കൊണ്ടും ക്രിസ്മസും ആണ്, ടെമ്പറേച്ചർ -5 എന്നിട്ടും ആൾക്കാർ. അപ്പൊ യൂഷ്വൽ ഡേയ്സിലൊക്കെ ആലോചിച്ച് നോക്ക്. ഞങ്ങൾ നടന്ന് ചാൾസ് ബ്രിഡ്ജ് എത്തി. ചാൾസ് ബ്രിഡ്ജ് ജസ്റ്റ് ഫ്രോം ഹിയർ. അങ്ങോട്ട് നല്ല തിരക്കുണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്. ഇതിലും പെട്ടി നോക്കണം. ഇത് 1357 കിങ്സ് ചാൾസ് IV ഉണ്ടാക്കിയൊരു ബ്രിഡ്ജാണ്. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബ്രിഡ്ജ് ഇൻ യൂറോപ്പ് ഇറ്റ് സെൽഫ്. ഇതാണ് ഇത് ഇത്രയും ഫേമസ്. ചാൾസ് ബ്രിഡ്ജിൽ 30 സ്കൾപ്ചേഴ്സ് ഉണ്ട്. ഈ ഒറിജിനൽ സ്കൾപ്ചേഴ്സ് മൊത്തം മ്യൂസിയത്തിലാണ്. ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്സാണ്. എന്നാലും ഐ കൻ സീ ദോസ് സ്കൾപ്ചേഴ്സ്. ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് അവിടെ എത്തിയിട്ട് നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. കൈയൊക്കെ എൻ്റെ കൈ കളർ ഫ്രോസണാണ് കൈ. എൻ്റെ ഗ്ലൗ ആണെങ്കിൽ ട്രെയിനിൽ വെച്ച് സുബിൻ മറന്നുപോയി, ഞാനല്ല. അതുകൊണ്ട് ഗ്ലൗവും ഇല്ല. ഈ കാണുന്ന ഓരോന്നാണ് ഇവിടെ ഈ കാണുന്ന ഓരോന്നാണ് ആ സ്കൾപ്ചേഴ്സ്. 30 സ്കൾപ്ചേഴ്സ് അറൗണ്ട് ചാൾസ് ബ്രിഡ്ജ്. ഫുൾ ആൾക്കാർ. ഇത്രയൊന്നും പ്രതീക്ഷയില്ല ആൾക്കാർ. സൂപ്പർ ഗോൾഡ്. ഇവരിവിടെ ഫോട്ടോ എടുപ്പും തിരക്കൊക്കെയാണ്. സുബിനും മിലും ആൻഡ് മീ ബിസി വ്ളോഗിങ്. ചാൾസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് ആയത്. നല്ലൊരു ചൂട് ചായ, ഒരു പഴംപൊരി. അതാണ് ഇതിൻ്റെ കറക്റ്റ്. അതിവിടെ കിട്ടില്ല. പിന്നെ എന്ത് ചാൾസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് പറ. ചാൾസ് ബ്രിഡ്ജ് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒരു രക്ഷയില്ല, ക്രൗഡ്. എത്ര പഴക്കമുണ്ടെന്നാണ് നീ വിചാരിക്കുന്നത്? ചാൾസ് ബ്രിഡ്ജിന്റെ ഒരു പഴക്കം ഒരു 300 years. നിനക്കോ? ഒരു 500 years. ഓൾമോസ്റ്റ് 700. യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബ്രിഡ്ജാ. ആൻഡ് അതെ, അതിൻ്റെ പെഡസ്ട്രിയൻസ് ഉള്ളേ, വണ്ടികളൊന്നും വിടില്ല. വാ. ചാൾസ് ബ്രിഡ്ജിന്റെ രണ്ട് സൈഡിലെ സ്കൾപ്ചേഴ്സും ദോസ് ആർ ഫേമസ്. പക്ഷെ ഇതെല്ലാം റെപ്ലിക്കാസാണ്, ഒറിജിനൽ എല്ലാം മ്യൂസിയത്തിലാണ്. ഇന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിൽ സീ ദിസ് റിവർ. സോറി, ചെറിയ ബോട്ട് സഫാരീസ് ഇവിടെ ഉണ്ട്. ഇങ്ങനെ താഴെക്കൂടെ പോയി അങ്ങോട്ട് പോവായിരിക്കും. ഇത് വലിയ വെറുത്തല്ലെന്നാ പറഞ്ഞു എൻ്റെ കൂട്ടുകാർക്ക്, അറിയില്ല. ബോട്ടിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണാന്നല്ലാതെ. ഇവരിവിടെ പോയി മിസ്സായല്ലോ. ചാൾസ് റിവറിന്റെ താഴെ കൂടെ ഈ പോകുന്ന റിവറിന്റെ പേരാണ് ഒൽറ്റാവ റിവർ. ഭയങ്കര ഓൾഡ് റിവർ സിസ്റ്റർ.
ഫുൾ ഓഫ് ആൾക്കാരും. റൂം ആൾക്കാർ പോലും കാണത്തില്ല, നമുക്ക് ഒറ്റയ്ക്ക് കാണാന്ന് പറഞ്ഞ. ഒറ്റക്ക് നല്ല ഫോട്ടോ എടുക്കാൻ എന്തൊക്കെയായിരുന്നു ഇവിടെ. കാല് കുത്താൻ ഉൽട്ടാവ റിവറിനെ ക്രോസ് ആയിട്ട് പോകുന്ന ഒരു ബോട്ട്. Someone is playing some nice music around. It's good. Chaos പക്ഷേ it's good. ആൾക്കാർ എന്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ മറ്റേ ഫോർ ലോക്ക് നമുക്ക് ആ ലോക്ക് ഊരിക്കൊണ്ടുപോകായിരുന്നു. വീട്ടിലേക്ക് കുറച്ച് ആവശ്യമുണ്ടായി. നടക്കണം. അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡാ. വണ്ടി എടുക്കണമെങ്കിൽ പോലും നമ്മൾ നടക്കണം. ഇത് നമ്മൾ ചാൾസ് റിവറിൻ്റെ മറ്റേ സൈഡിലേക്ക് ക്രോസ് ചെയ്തെത്തി. ഇവിടെ ഒരുപാട് കാനബിസ് സ്റ്റോർസ് ഉണ്ട്. മരിജുവാന കഞ്ചാവ് നാട്ടിലെ. അപ്പോൾ അതും ഒരു 8-10 ഡിഫറെൻറ്റ് സ്റ്റെയിൻസ് ഓഫ് കാനബിസ് ഉണ്ട്. പ്രാഗിലെ എന്തോ ഫേമസ് ഐസ്ക്രീംസ് ആണെന്ന് തോന്നുന്നു. ഇവന് എല്ലാവരും വാങ്ങുന്നുണ്ട്. സിനമൺ റോൾ +30 കോഫി, ഐസ്ക്രീംസ്. ഓടിച്ച് കിടക്കുന്ന കണ്ടാ. Czech Republic. This is the Prague. Hello guys, welcome to Prague. Sorry guys, ഇത് പ്രാഗിന്റെ ഫ്ലാഗ് അല്ല, ഏതോ എംബസിയാ ഇവിടുത്തെ. ഓ നൈസ് നൈസ് നൈസ്. ഇത് ഇവിടുത്തെ പണ്ടത്തെ സിസ്റ്റം ഓഫ് കാറാണ്. നമുക്ക് വേണമെങ്കിൽ ഹയർ ചെയ്യാൻ തോന്നുന്നു ഈ കാറിനെ. It's fucking cold. It's fucking cold. So bring shots. ഇവര് വലിയ ബാഗേജ് ഒക്കെ ആയിട്ടാ വന്നത് രണ്ടുപേരും. ഫോട്ടോ എടുക്കാൻ വേണ്ടി വൻ സെറ്റപ്പില്. നീ എന്നെ കണ്ടോ? ഈ ഒരു ബാഗും ഈ ഒരു ബാഗും 2 ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യണമായിരുന്നു ഇവര്. സുമിന് ഈ ബാഗ് മാത്രമല്ല വേറൊരു ബാഗ് കൂടി ഉണ്ടായി. അതവന് റെയിൽവേ സ്റ്റേഷനിൽ കളഞ്ഞു. വെയിറ്റ് അല്ല, അറിയാതെ മറന്നുപോയതല്ല. വ്ളോഗ് ഇത് എന്റെ വ്ളോഗ് അല്ലേ? ഹലോ ഗൈസ്, ഇവിടെ -8 ആണ്. ഞങ്ങളൊരു പഴയ ട്രാം സിസ്റ്റത്തിലാണ് going through Prague town. പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്.
ഗലാട്ട ടവർ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി. ഗലാട്ട ബ്രിഡ്ജ് അല്ലല്ലോ, ഇത് തുർക്കി ഓർമ്മ വരുന്നത്. ഇത് ഏതായിരുന്നു? ചാൾസ് ബ്രിഡ്ജിൽ നിന്ന് പോകുന്നത്. ആൻഡ് വി ആർ അബൌട്ട് ടു ഗോ ചെക്ക് ഇൻ ടു അവർ പ്ലേസ്. ആൻഡ് അത് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു, ഫ്രഷായി. ആൻഡ് നമ്മളിവിടെ പ്രാഗിലൊരു പാലസ് ഉണ്ട്, ആ പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. രണ്ടുപേര് മുന്നിലുണ്ട്. ഒണാവേ പാലസിലെത്തി, പാലസിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ നടന്ന് ട്രാക്കാസിലിന് മേലെ നിന്നുള്ള വ്യൂവാ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അതിൽ കോയിൻ ഇട്ടാലേ വർക്ക് ചെയ്യുള്ളൂ. ഇതിൽ എത്ര ക്രോൺസ് ഇടണ്ടേ? എന്താ 10 ക്രോൺസ് ഇടണം. 50 സെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ബൈനാക്കുലർ വർക്ക് ചെയ്യും. ഇങ്ങനെ പ്രാഗ് നൈസ്. ഒരു കയറ്റ കാസലിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ആ പ്രാഗ് കാസൽ 9th സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു പഴയ കാസലാണ്. 9th സെഞ്ച്വറി എന്ന് പറയുമ്പോൾ 21st സെഞ്ച്വറി 900-1000ങ്ങളിലൊക്കെ ആവും ഇത് സ്റ്റാർട്ട് ചെയ്ത ബിൽഡ് ചെയ്യാൻ. പിന്നെ ദിസ് ഈസ് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് കോംപ്ലക്സ്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ കോംപ്ലക്സ്, വേൾഡ്സ് തന്നെ ബിഗ്ഗസ്റ്റ്. എത്രയോ ഹെക്ടേഴ്സ് കണക്കിന് വലുപ്പമുള്ള കോമ്പൗണ്ടിലാണ് അത് കിടക്കുന്നത്. കാസൽ ഗ്രൗണ്ട്, പിന്നെ അന്നത്തെ രാജാക്കന്മാരുടെ ഭടന്മാരുടെ വീടുകൾ, ആർട്ടിസ്റ്റുകളുടെ വീടുകൾ, അതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഈ കോമ്പൗണ്ടിലുണ്ട്. പിന്നെ ഒരു ബസീലിക്ക ചേർച്ച് ഉണ്ട്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ചേർച്ച് കാണാം. തോന്നുന്നു ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള ചേർച്ച്. ഇറ്റ്സ് ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ. കാണാൻ നല്ല ഭംഗിയുണ്ട്. മേടുന്ന നല്ല അടിപൊളി വ്യൂ. ഇതിപ്പോൾ ഈ ഫോണിൽ ഇറ്റ് ഡസ് നോട്ട് ഡു ജസ്റ്റിസ് ടു ദിസ് വ്യൂ. പിന്നെ നല്ല തണുപ്പുമാണ്. ഗൈസ് നടന്ന് കാസലിൻ്റെ ഫ്രണ്ടിലെത്തിയതാ. ഈ ഒരു രക്ഷയില്ലാത്തൊരു കാസൽ. ഇത് ആലോചിക്കണത് ഏകദേശം 1500 വർഷത്തിൻ്റെ, 1500 അല്ല, ഒരു 1600-1700 വർഷം പഴക്കമുള്ള കാസലാണിത്. ഏതാ എന്താ മേലോ കാസലിനെ പറ്റി പറയാനുള്ളത്? ഇത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഒരു ഉച്ചക്ക് വന്നിരുന്നെങ്കിൽ ഈ ഒരു ലൈറ്റും വ്യൂവും കിട്ടുമായിരുന്നു. ഇരുടാവില്ലേ? ഇത് പെർഫെക്റ്റ്. സുബിൻ, ഈ കാസലിനെ പറ്റി എന്താ പറയാനുള്ളത്? എല്ലാരും ചീത്ത വിളിക്കാൻ വെച്ചിട്ട് തിരിച്ചു വിളിച്ചാ കയറിയത്. പക്ഷെ ഇവിടെ വന്നപ്പോ നല്ല പൊല്ലാതെ വ്യൂ, ഒന്നും പറയില്ല. ഇത് പകല് കണ്ടിട്ട് ഒരു രസം കാണില്ല, ഇതിങ്ങനെ കാണണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ ഒരു വാലിയിലൂടെ ഇങ്ങനെ വന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടി. ഓ നൈസ്. നല്ല ഫോട്ടോസ് കിട്ടുമോ നോക്കാം. ഇതൊന്നും കയ്യില്ലേ? ഇതാണ് ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു ചേർച്ചാണ്. ഇതൊക്കെ കാസലിൻ്റെ ഉൾവശമാണ്. അങ്ങനെ ഞങ്ങൾ കാസൽ വ്യൂ കഴിഞ്ഞു. അങ്ങനെ താഴേക്കിറങ്ങാം. ഇനി സ്ട്രീറ്റിലേക്ക് പോയിട്ട് സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫുഡോ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നോക്കണം. എന്നിട്ട് വി വിൽ വൈൻഡ് അപ്പ് ദി ഡേ. പിന്നെ സീ യു ടുമോറോ. അത് നാളെ പറയാം, അല്ല ഇത് കഴിഞ്ഞിട്ട് പറയാം. ഗൈസ് ഒരു 10 മിനിറ്റ് കൈ പുറത്ത് വെച്ചതാ. കൈ ചുവന്ന് റോസ് കളറായി പുള്ളിപ്പോയി. വീട് അവിടെ ഇരിക്കുന്നത്. നമ്മൾ ഓൾ സ്ട്രീറ്റ് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇവിടുന്ന്. മീലൊക്കെ തണുത്ത് സൈഡായി. മിലു എന്താ പറയാനുള്ള? സുബിൻ ഈസ് ഫൈൻ. മിലു
വെദർ ഇറ്റ്സ് ടു കോൾഡ്. പക്ഷേ നമ്മൾ വ്ളറ്റാവ റിവറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഫോർ മീ ഇറ്റ്സ് വെരി റിഫ്രഷിങ്, ഇറ്റ്സ് ഗുഡ്. വെള്ളമൊക്കെ വാങ്ങി പോവുക. ഇനി ട്രാം കയറണം, റൂമിലേക്ക് പോകണം, പോകുന്ന വഴി ഫുഡ് വാങ്ങണം. അത്രേ ഉള്ളൂ ഐറ്റിനറി. ഇന്നത്തെ ഡേ വി വിൽ വൈൻഡ് അപ്പ് ലൈക്ക് ദിസ് ആൻഡ് ദെൻ ടുമോറോ വി സ്റ്റാർട്ട് അപ്പ് വിത്ത് എ ന്യൂ ഫ്രഷ് ഡേ. അപ്പോൾ സി യു ഗൈസ്, സി യു വിത്ത് മോർ പ്രാഗ് സ്റ്റോറീസ് ടുമോറോ. ബൈ. വീടിനെ കണ്ട. ഹലോ ഗായ്സ്, അപ്പോൾ സെക്കൻഡ് ഡേ ആയി. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ഇനി ഈ ലഗേജ് ഒരു സ്ഥലത്ത് വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ബാക്കി കറക്കാൻ പോക്ക്. പ്രാഗ് മെയിൻ സ്റ്റേഷനിലേക്ക് വന്നതാ. ഫുൾ തിരക്ക്. എന്താണോ എന്തോ. നമ്മൾ ലഗേജ് വെക്കാനാണ് വന്നത്, പക്ഷെ എന്താണെന്നറിയില്ല, ഇവിടെ ഫുൾ തിരക്ക്. എന്തായാലും ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് വന്നതാ ഇവിടേക്ക്. പക്ഷേ ചായ കുടിക്കുന്ന കടകളൊക്കെ ക്യൂ. നമ്മൾ താഴെ പോവട്ടെ. ഇങ്ങനെ പോവാ. നമ്മൾ ഹെഡ് ഓഫ് ഫ്രാങ്ക് കാഫ്ക കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സുബീൻ, മിലു. തണുക്കുന്നുണ്ടോ സുബീനെ? അത്യാവശ്യം. കുറച്ച് സണ്ണിയായി, നല്ല ചൂട് വെതർ. ഇതാണ് ഇപ്പോഴത്തെ പാട്. ഞങ്ങൾ കാഫ്കൻ്റെ ഒരു ഹെഡ് ഉണ്ട് ഇവിടെ നമ്മുടെ ബാക്കിൽ. ഇതാണ് സ്റ്റീൽ സ്ട്രക്ചറാണ്. ഇറ്റ്സ് എ മോഡേൺ പ്രാഗ് ആർക്കിടെക്ചറാ. മോഡേൺ പ്രാഗ് ആർക്കിടെക്ചറാ, പഴയ ആർക്കിടെക്ചറല്ല. അപ്പോൾ അത് കാണാൻ വന്നതാ. അയ്യോ, റെക്കോർഡ് ചെയ്യാൻ മറന്നത്. കാഫ്കൻ്റെ ഹെഡ്. കാഫ്ക ആരാന്ന് ചോദിക്കുന്ന ഒരുത്തി. ഇത് എൻ്റെ കൂടെയുള്ള ഐറ്റം. കാഫ്ക ഈസ് എ ഫേമസ് ഓതർ. പണ്ടത്തെ പ്രാഗിലെ ഓതറാ. കാഫ്ക എന്താണെന്ന് അറിയാത്ത 2 ഐറ്റംസ് ആയിട്ടാണ് ഞാൻ വന്നത്. ഒന്നിതാ ഇവിടെ, ഒന്നിതാ അവിടെ. സുബിനെ, കാഫ്ക ആരാ? കാഫ്ക പണ്ടത്തെ ഒരു ഓതറാ, വെരി ഫേമസ് ഓതർ. ഒന്നുകൂടി പറയാ. ഈ കാഫ്കാരെ എന്താ, എങ്ങനെ നീ എങ്ങടെ ഈ ഫോട്ടോ എടുക്കാൻ പോകുന്നു? നമ്മള് കഷ്ടപ്പെട്ട് എത്ര മണിക്കൂർ എടുത്തിട്ട് റെഡിയാക്കിയാന്നറിയാം. കാഫ്കനെ പറ്റിയൊരു ടിപ്പായിട്ട് ഒരു ജനറിക് ഇൻഫർമേഷൻ. പലരുടെയും വിചാരം കാഫ്ക ഓൺ ദ ഷോർ എന്ന് പറഞ്ഞ ബുക്കുണ്ട് മുറാക്കമിയുടെ. അത് കാഫ്കയുടെ ആണ്. അത് കാഫ്കയുടെ അല്ല, അത് മുറാക്കമിയുടെ ബുക്കാണ്. കാഫ്കൻ്റെ ഫേമസ് ബുക്ക് മറ്റേ മെറ്റമോർഫോസിസ് അതാണ്. പക്ഷെ ഞാൻ കാഫ്കയുടെ ബുക്സ് ഒന്നും വായിച്ചിട്ടില്ല എന്നുള്ളതാണ് വേറെ സത്യം. ഇതാ 2014 ഡേവിഡ് സെൻട്രി അങ്ങനെ ആരോ ഉണ്ടാക്കിയതാ. ഇത് ആക്ച്വലി സ്ട്രക്ചർ തല കറങ്ങും കുറച്ച് കഴിഞ്ഞാൽ. ഓരോ 15 മിനിറ്റ്സിനും തല കറങ്ങുന്നതാണ് ഞാൻ അറിഞ്ഞത്. ജാക്കറ്റ് പഠിച്ചിട്ടൂടെ? ഇതൊന്നൊരു എൻ്റെ കൈ. ഹലോ ഗായ്സ്, നമ്മൾ ആസ്ട്രോണമിക്കൽ ക്ലോക്ക് കാണാൻ വന്നതാ മിലു സുബിനുമായിട്ട്. ഈ ക്ലോക്ക്, ഈ സെറ്റപ്പ് 1410 എന്തോ ഉണ്ടാക്കിയ ക്ലോക്കാ. കാരണം 500-600 വർഷം പഴക്കമുണ്ട്. അന്ന് മുതൽ വർക്ക് ചെയ്യുന്ന ക്ലോക്കാണിത്. ലോകത്ത് തന്നെ ഇത്രയും പഴകിയ ക്ലോക്ക് വേറെ ഇല്ല. ഇതാണ് പ്രാഗിലെ മിലു കാണാൻ. നല്ല തണുപ്പാണ്. ആൾക്കാർ ഫുൾ വെയിറ്റിംഗ്. ഇതെല്ലാ മണിക്കൂർ കൂടുമ്പോൾ ഒരു കുക്കു വന്ന് കുക്കു എന്ന് പറയും. അപ്പോൾ അത് കാണാൻ വേണ്ടി വി ആർ റെഡി. മിലു കൈ തന്നിട്ടതാ തീയിലേക്ക് കൈയിടുന്നു. ആ റെസ്റ്റോറൻറ്റിലെ ഫുഡ് 2 എണ്ണം കണക്കാ.
റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുന്നവരോട് ഇന്ന് കയ്യാ ആർക്കും വേണ്ടി വെച്ചതാ. നല്ല ആൾക്കാരെ കൂടെ. പിന്നെ മേലൊക്കെ കയറിയിട്ട് മേലൊക്കെ കയറാം. ഈ കയറിയ മണ്ടന്മാർക്ക് അറിയില്ലല്ലോ മേലെ കയറി കഴിഞ്ഞാൽ താഴേക്ക് കുക്കുരം കാണാൻ പറ്റില്ല. ആ മേലൊക്കെ കയറാൻ വേണ്ടി കാശും കൊടുക്കണം മണ്ടന്മാർ. അതെന്താ ഇത് ലോകത്ത് തന്നെ ഇതേ ഉള്ളൂ കാണാൻ. ക്വസ്റ്റ്യൻ ഈസ് ഇവിടെ കുക്കുണ്ട്. ഈ കുക്കാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. നേരെ ക്ലോക്ക് ഉണ്ട്. കുക്കു താഴെ ഉണ്ട്, നേരെയുണ്ട്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അവിടെ പോകും, അവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോകും. വെയിറ്റിംഗ് ഫോർ കുക്കു ഗൈസ്. എത്ര 59. വരാത്ത 12 ആരോ ഒന്ന് പോയി. എന്തൊക്കെ ആളുകളല്ല, സ്റ്റാച്യൂസാ. ഈ ആൾക്കാര് മൊത്തം നോക്കി നിക്കുന്ന. കുക്കു അതിന്റെ മേലുള്ള കോഴിയാ കണ്ടാ. ഇതൊക്കെ ആരാന്നറിയോ? ഞാനിത് കഴിഞ്ഞില്ലേ? വീഡിയോ ആണായിരുന്നോ? കുക്കൊന്നും വന്നില്ല. അതിന്റെ അപ്പുറത്ത് ആരൊക്കെ വന്നു. കോഴി ആദ്യമുള്ളൂ. കോഴി ആദ്യമുള്ളൂ. കോഴി ഇവിടെ ഉള്ളപ്പോ നമ്മള് അവിടെ കോഴി ഉള്ള കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അത് വേറെ എല്ലാരും കണ്ട് ഇനി ഈ ജനം കോടികളുടെ വിശ്വസ സ്ഥാപനങ്ങളെല്ലാം ഇപ്പൊ പോകും. ഇത്രയും ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നതാണ്. ഹലോ ഗായ്സ്, നമ്മളിതാ പ്രാഗിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഫുഡ് കഴിച്ച് പ്രാഗിൽ തന്നെയാണ്. നമ്മൾ പ്രാഗിലെ റെയിൽവേ സ്റ്റേഷനിലാണ്. ഓൺ അവർ വേ ടു ജർമ്മനി. ബെർലിനിലേക്ക് ഡയറക്റ്റ് പോവാം. 2 അല്ല, അതൊക്കെ മേലെ ജർമ്മനി എത്തും. ബെർലിനെത്താൻ ഒരു 3-4 hours എടുക്കും. പക്ഷേ വി ആർ ഓൺ അവർ വേ. അപ്പം ഇനി പ്രാഗ് സ്റ്റോറീസ് ഇല്ല, ഇനി നമ്മൾ ബെർലിൻ സ്റ്റോറീസ് ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. അതാണ് മൈ ബോയ്. എന്റെ ബോയ്സിന്റെ അടുത്ത് എന്നെ കൊച്ചാക്കാൻ നോക്കുന്നു. നീ ആര്? അതും 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ള മിലു. വേണ്ട, ആരും സബ്സ്ക്രൈബ് ചെയ്യണ്ട.